ഹായ് ഓൾ, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നത് അല്ലേ. എല്ലാവർക്കും മറ്റ് ചില ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എവിടെ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. ഏത് പ്ലാന്റ് എടുത്താലും 45 റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത്. അതിലുള്ള ഓരോ പ്ലാന്റ് ഞാനിതിൽ പേരെഴുതി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും 45 റുപ്പീസ് തന്നെയാണ് വരുന്നത് കേട്ടോ. അതൊരു ക്ലിയറൻസ് സെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കാറ്റലോഗിലുള്ള റേറ്റും നിങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റേറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. നമ്മളൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് എല്ലാ പ്ലാൻസും 45 റുപ്പീസിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ നെയിമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ടോ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക. കാറ്റലോഗിൽ നമ്മൾ ഓൾറെഡി പ്ലാൻസ് ഉണ്ടാവും, പക്ഷേ ആ റേറ്റും ഈ റേറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, കൊറിയർ അയക്കുന്ന ദിവസം ജൂലൈ 5 ജൂലൈ 7 ആയിരിക്കും കൊറിയർ അയക്കുന്ന ഡേറ്റ്സ്. ഈ ഡേറ്റിൽ മാത്രമാണ് നമ്മൾ കൊറിയേഴ്സ് ഡിസ്പാച്ച് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ കണ്ടെടുക്കുന്ന എല്ലാ ഓർഡേഴ്സും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ നെയിം മാത്രമായിട്ടും നിങ്ങൾക്ക് അയക്കാം. രണ്ടും നമുക്ക് ഓക്കെയാണ്. എല്ലാ പ്ലാൻസിനും 45 റുപ്പീസ് മാത്രമാണ് കൊറിയർ പ്ലാൻസിന് റേറ്റ് വരുന്നത്. കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു 6 പ്ലാൻസ് ആണ് വാങ്ങുന്നതെങ്കിൽ 6 പ്ലാൻസ് പ്ലസ് 70 റുപ്പീസ് കൊറിയർ ചാർജസ് ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ ബില്ല് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് 2 kg കൊറിയർ ചാർജസ് വരും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയിക്കുന്നതായിരിക്കും. പ്ലാൻസിനെ കുറിച്ചോ പ്ലാൻസ് പോട്ട് ചെയ്യുന്നതിനെ കുറിച്ചോ എന്ത് പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളത് പോട്ട് ചെയ്യുക. പ്ലാന്റ് നമ്മൾ അയക്കുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു പ്ലാന്റിന് ഒരു 300 to 350 ഗ്രാംസിന് എബോവ് വെയിറ്റ് വരും. അതിനെ നമ്മൾ ആവശ്യമുള്ള സോയിൽ മാത്രം അതിൽ വെച്ച് ബാലൻസ് സോയിൽ റിമൂവ് ചെയ്തിട്ടാണ് ആ ഒരു പോളിത്തീൻ കവറിൽ തന്നെ റോൾ ചെയ്തിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്ലാന്റ്സിൻ്റെ വെയിറ്റ് അത്യാവശ്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു 6 to 7 പ്ലാന്റ്സ് വരെ നമുക്ക് 1 kg കൊറിയർ ചാർജസിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അല്ലാതെ മുഴുവൻ സോയിലോട് കൂടി തന്നെ വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ അങ്ങനെ തന്നെ അയക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു 2 to 3 പ്ലാന്റ്സ് ഒക്കെ മാത്രമാണ് 1 kg കൊറിയറിൽ, മാക്സിമം 2 ഒക്കെയാണ് നമുക്ക് അയക്കാൻ പറ്റാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് നമ്മൾ അങ്ങനെയും അയക്കാറുണ്ട്. പിന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് കേരള, തമിഴ്നാട്, കർണാടക ഈ ഒരു ഏരിയാസിലുള്ളവർക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്റ്റൻസിലേക്കുള്ള ആർക്കാണെങ്കിലും നമ്മൾ മുഴുവൻ സോയിലോട് കൂടി മാത്രമാണ് സെൻഡ് ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ കൊറിയർ ഡെലിവറി ചെയ്യുന്ന ഡേറ്റ് കുറച്ച് ഡിലേ ആവാറുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കേരള, തമിഴ്നാട്, കർണാടകയ്ക്കാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ബാലൻസ് എല്ലാവർക്കും നമ്മൾ ഫുൾ സോയിലാണ് അയക്കുന്നത്. അനദർവൈസ് നിങ്ങളൊരു റിസ്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അയക്കാൻ തയ്യാറാണ്. ജിഫിയിലുള്ള പ്ലാൻസിന് ഒരു കുഴപ്പമില്ല. ജിഫിയിലുള്ള പ്ലാൻസ് നമ്മൾ ജിഫിയോട് കൂടി തന്നെയാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിന് ബോദർ ചെയ്യുന്നില്ല. ബട്ട് നമ്മളെ സോയിലിൽ വന്നിട്ടുള്ള പ്ലാൻസിനൊക്കെ നമ്മൾ ഇതേപോലെ കുറച്ച് സോയിൽ റിമൂവ് ചെയ്തതിന് ശേഷമാണ് അയക്കുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 40-45 വെറൈറ്റി പ്ലാന്റ്സ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ പ്ലാന്റ്സും നമ്മളടുത്ത് ആവശ്യത്തിന് സ്റ്റോക്കുള്ള ചെടികളാണ്. എന്തെങ്കിലും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് മാത്രം എൻക്വയറി ചെയ്യുക. പിന്നെ ഈ ഓഫർ 10 ഡേയ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ജിഫിയിലുള്ള പ്ലാൻസിന് ഈ ഒരു വെയിറ്റ് കാൽക്കുലേഷൻ അത്ര ബാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ജിഫിയിലുള്ള പ്ലാൻസ് നമുക്കൊരു 10-12 പ്ലാൻസ് വരെയൊക്കെ അല്ലെങ്കിൽ ഒരു 15 പ്ലാൻസ് വരെയൊക്കെ 1 kg കൊറിയർ ചാർജസിൽ അയക്കാൻ പറ്റും, ജിഫി പ്ലാൻസ് മാത്രമാകുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് ജിഫി പ്ലാൻസും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വെറൈറ്റി പോലത്തെ സ്മോൾ ജിഫിയിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ മെലസ്റ്റോമേൻ്റെ ഒക്കെ വയലറ്റും യെല്ലോയും മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാ പ്ലാന്റ്സിൻ്റെയും നെയിം ഞാൻ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ പ്ലാന്റ്സിന് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളെ കൈ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് എന്തെങ്കിലും പ്ലാൻസ് മിസ്സിങ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടെങ്കിലോ നമുക്കത് റീഫണ്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്കത് ആ പ്ലാന്റ് തിരിച്ചു കിട്ടാനും അതൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ക്രീപ്പേഴ്സും ആണ് കൂടുതലുള്ളത്. അതല്ലാതെ ബുഷിയായിട്ടുള്ള ചെടികളുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ
ഫ്ലവറിങ് അല്ലാത്ത 2-3 വെറൈറ്റീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കർട്ടൻ ക്രീപ്പർ പോലത്തെ പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ ഇത് ചിലർക്കൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടാവും. നമ്മളെ വീടിന് ഒരു സൈഡൊക്കെ ഇതേപോലെ കർട്ടൻ ക്രീപ്പർ വെച്ച് അലങ്കരിക്കണം എന്നൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ 1-2 പ്ലാന്റ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പ്ലാന്റ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇനി പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ എങ്ങനത്തെ പ്ലാന്റ്സ് ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ ക്യാറ്റ്സ് ഗ്ലോ പ്ലാന്റ്സ് ഒക്കെ നമ്മളടുത്ത് കുറച്ച് പ്ലാന്റ്സേ ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. പിന്നെ പ്ലാന്റ്സിനെ നിങ്ങൾ നടുന്ന സമയത്ത് മണ്ണും മണലും മാത്രമുള്ള പോട്ടി മിക്സിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പല സ്ഥലത്തും മഴയാണ്. അപ്പോൾ മഴയില്ലാത്ത എന്നാൽ അധികം ഓവറായിട്ട് വെയിലും അടിക്കാത്ത ഒരു കൂളിംഗ് ഉള്ളൊരു ഏരിയയിൽ വേണം പ്ലാന്റ്സിനെ നട്ടിട്ട് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വരാം. ബൈ.